കുറച്ച് നാളുകൾക്ക് മുൻപ് റീൽസിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എരുമേലി. ഇപ്പോഴും ചിലവർക്ക് സ്ഥലം മനസ്സിലായി കാണില്ലല്ലേ? ഇപ്പോഴോ? ഇതൊരു ക്ഷേത്രമാണ്. ഇതിന് മുൻപിൽ കൂടെ ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് മനോഹരമാണ്. അഞ്ചുകുഴി വാട്ടർഫോൾസ് ആണ് ഈ ഒഴുകുന്നത്. എരുമേലിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റർ മാറി ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഇന്റർനാഷണൽ എയർപോർട്ട് ചെറുവള്ളി എസ്റ്റേറ്റ് വരും എന്നാണ് പറയുന്നത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കുറെ നേരം വെള്ളച്ചാട്ടം നോക്കിക്കും കേട്ടോ. ക്ഷേത്രത്തിൽ വന്നെന്നുള്ള കാര്യേ മറന്നു. ഇവരിവിടെ ഒരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടി. വെള്ളിയാഴ്ചകളിലാണ് ഇവിടെ കൂടുതലായിട്ടും പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത്. നമ്മൾ ഭാഗ്യത്തിന് ഒരു വെള്ളിയാഴ്ച വന്ന് ഇതൊന്നും അറിഞ്ഞിട്ട് വന്നല്ല കേട്ടോ. ആദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ ചെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കൂന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ വിഗ്രഹ പ്രതിഷ്ഠയില്ല. അതിനു പകരം വിളക്ക് വെച്ചുള്ള പൂജകളും പ്രാർത്ഥനകളും ഒക്കെയാണ് ഉള്ളത്. അഞ്ചുകുഴി എന്നുള്ള ഈ പേര് വന്നതിൽ ഒരു ഐതിഹ്യം ഉണ്ടെന്നാണ് പറയുന്നത്. പണ്ട് പഞ്ചപാണ്ഡവന്മാർ ഇവിടെ വരികയും 5 കുഴികൾ, അതായത് 5 കിണറുകൾ ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അഞ്ചുകുഴി എന്നുള്ള പേര് വന്നതെന്ന് പറയപ്പെടുന്നത്. ഞങ്ങൾ അങ്ങനെ അവിടെ കുറെ നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ഇറങ്ങാൻ നേരം ആയപ്പോൾ ഇവിടെ ദീപാരാധന തുടങ്ങാറായിരുന്നേ. ദീപാരാധനയുടെ സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങരുതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ദീപാരാധനയൊക്കെ തൊഴുത് തിരിച്ചിറങ്ങി. തിരിച്ചു വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ. ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലല്ലേ ഈ ക്ഷേത്രം. തിരിച്ചു വന്നപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നു. എന്നാണെങ്കിലും ഈ ക്ഷേത്രവും ചുറ്റുപാടും ഒക്കെ ഒരുപാട് ഇഷ്ടമായി.